ഹലോ ഗൈസ്, ന്യൂസിൻ്റെ പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് സ്കൂളിൽ നിന്നും പോയിട്ടില്ല. എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ ഞങ്ങൾക്ക് തിരിയും. എന്താ പറയുക, ജലദോഷം കഫക്കെട്ട് അങ്ങനത്തൊക്കെ തന്നെ കാരണം തന്നെയാണ്. അപ്പോൾ വെറുതെ ഫ്രീ ആയി കുത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു വീടിൻ്റെ എൻ്റെ റൂമിൻ്റെ റൂം ടൂർ എടുക്കാൻ വിചാരിച്ചു, റൂമൊക്കെ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ വെറുതെ കുത്തുന്ന സമയത്താണ് ഞാൻ ബോറടിക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കുഞ്ഞു വ്ളോഗാണ്, റൂം ടൂറ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളെ വീട്ടിൽ കൂടലൊക്കെ കഴിഞ്ഞ് 2-3 കൊല്ലമൊക്കെ ആയി. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞങ്ങളെ ബെഡ്റൂം. ഇവിടെ ഞാനും എൻ്റെ ചേച്ചിയും അച്ഛമ്മയൊക്കെ കിടക്കുന്ന റൂമാണ്. ഗായ്സ്, ഇതാണ് ഞങ്ങൾ പഠിക്കുന്ന സ്പേസ്. ഞങ്ങൾക്ക് എല്ലാ സ്ഥലവും ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് തന്നെ പഠിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ ഇതാ ഡൈനിങ് ടേബിളിൽ നിന്ന് പഠിക്കും, അകത്തുനിന്ന് പഠിക്കും, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പഠിക്കും. ഇതാണ് എൻ്റെ സ്കൂൾ ബാഗ്. അപ്പം ഇത് കുപ്പി ഇവിടെ കൊണ്ടാച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾക്ക് രാത്രിയൊക്കെ രാവിലെയൊക്കെ ദാഹം വരുമ്പോൾ ഇവിടെ അടുത്ത് നിന്നായിക്കോട്ടെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സും ഇടത്ത് വെള്ളമുണ്ട് കേട്ടോ. ഗ്ലാസ്സൊക്കെ കൊണ്ടാച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് ഒരാളെ കഥ പറഞ്ഞുതരാം. ഈ ഒരു ബാഗിൻ്റെ ആണ്. ഈ ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2-3 ദിവസം വന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് പോയി നിൽക്കാൻ ഡ്രസ്സൊക്കെ എടുക്കുന്ന ബാഗാണ് ഇതായത്. അപ്പം ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ പോരേണ്ടത്. പിന്നെ ഈ ബാഗ് എന്ന് വെച്ചാൽ, ഞാൻ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുന്നത് ഭരതനാട്യമൊക്കെ പഠിക്കാൻ. അപ്പം അവിടെയൊക്കെ പോകുമ്പോൾ എടുക്കുന്നതും അമ്മ കാറ്ററിങ്ങിന് പോകുമ്പോൾ എടുക്കുന്നതും ഉള്ള ബാഗാണിത്. പിന്നെ ഈ ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ, നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എടുക്കുന്നതാണ്. ഇവിടെ ഒരു തുടങ്ങൂര് അങ്ങനെ മറ്റുള്ള സ്ഥലമൊക്കെ ഉണ്ട് വടകര. അവിടെയൊക്കെ പോകുമ്പോൾ എടുക്കേണ്ട ബാഗാണിത്. ഡാൻസിലൊക്കെ അതിനൊക്കെ യൂസ് ചെയ്യും. ഞങ്ങൾ ഈ 3 ബാഗുകളൊക്കെ ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്ത ബാഗാണ്. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഫോണിൻ്റെ ചാർജർ, പിന്നെ ഇത് സ്റ്റിക്കറാണ് ഞങ്ങൾ ഒട്ടിച്ച് തീർത്തു. പിന്നെ ഇത് 2 പൊതിയാണ്. ഇത് പൊതിയിടാൻ ഉണ്ട് ഇന്ന് രാത്രിയൊക്കെ. അമ്മയും പിന്നെ അമ്മയൊക്കെ ഭയങ്കര ജോലി തിരക്കിലാണ്. ഞങ്ങൾ പെട്ടെന്ന് മഴയൊക്കെ പെയ്യുമ്പോൾ ഞങ്ങൾ സ്റ്റെയർകേസിൻ്റെ മേലെ ഒരു അച്ഛൻ കെട്ടിക്കൊടുത്തൊരു കുഞ്ഞാനുണ്ട്. അതുമ്പോഴാണ് ഞങ്ങൾ മഴയൊക്കെ പെയ്യുമ്പോൾ ആറിയിടുക. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളെ മേക്കപ്പ് കാര്യങ്ങളാണ്. ഇവിടുത്തെ കാര്യം പറയേണ്ട കാര്യം, അലങ്കോലമായി കിടക്കുന്ന സ്ഥലമാണ് ഈ ഒരു മേക്കപ്പ് എന്ന് വെച്ചാൽ. ഞങ്ങൾ ടിക്ക് എടുക്കാനും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സ്പേസാണ് ഈ സ്ഥലം. എൻ്റെ ഉണ്ട്, ചേച്ചീൻ്റെ ഉണ്ട്, അമ്മേൻ്റെ ഉണ്ട്. അമ്മയുടെ കാതിലൊക്കെ കണ്ടോ? ഹായ്. ഇതാണ് പായി. എൻ്റെ അമ്മ പറയാറുണ്ട്, പണ്ടൊക്കെ ഈ പായി വെച്ചിട്ടാണ് നിലത്ത് കിടക്കുക. പിന്നെ ഗായ്സ്, ഈ ചൂട് കാലത്ത് തന്നെ നമുക്ക് എന്താ പറയുക, ഇറങ്ങിയൊന്നും കിടക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മയച്ഛനൊക്കെ ചൂടുള്ള കാലത്ത് നിലത്ത് വിരിച്ച് കിടക്കും. അപ്പോൾ ഗായ്സ്, ഞങ്ങളെ വടകര ഭാഷ ഇങ്ങനെയാണ്. ഓരോരുത്തർക്ക് ഓരോ ഭാഷയായിരിക്കും. ഞങ്ങളെ വടകര ഭാഷ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കഞ്ഞി ക്ഷീണത്തിനൊക്കെ നല്ലതാണെന്ന്. അമ്മ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയായിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ ചേച്ചി എന്നുവെച്ചാൽ രാവിലെ ഒരു കാലത്തൊക്കെ 6 മണിക്കൊക്കെ ട്യൂഷനൊക്കെ പോകാറുണ്ട്, സ്കൂളിൽ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാരി വലിപ്പോൾ ഏച്ചി മാത്രമല്ല ഞാൻ വാരി വലിച്ചിരുന്നു ഉണ്ട്. പക്ഷെ ഇതൊക്കെ അതുക്കി വെക്കാൻ തന്നെ ഒരു പണിയാണ് ഗായ്സ്. നിങ്ങൾക്കിത് ഈ ഫാനിനെ പരിചയമുണ്ടോ? ഇയാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇത് ഒരുപാട് കൊല്ലങ്ങളായി ഗായ്സ്. ഞങ്ങൾ മേലെ തറവാട്ട് പാർക്കുമേ ഉള്ള ഫാനാണിത്. എനിക്ക് ഈ ഫാന്
ഇതാക്കിയാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. ഇത് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. ഞങ്ങൾ വീഡിയോ എടുക്കുമ്പം വൃത്തിയാക്കും, പക്ഷേ ഇത് എന്താ പറയുക, അധികം അങ്ങനെയൊന്നും വൃത്തിയാക്കും. എനിക്കിങ്ങനെ വാരിക്കോലി നിറച്ചിടുന്ന അപ്പം കണ്ടാൽ എനിക്കത് വൃത്തിയാക്കിയേ തീരും. മനസ്സിന് വിചാരിച്ചാൽ ഞാനത് വൃത്തിയാക്കും കേട്ടോ. എൻ്റെ റുമാലം വീടാൻ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഞങ്ങളെ ബെഡ്റൂമിനെ കുറിച്ച് പറയാനുള്ളത്. അത്ര വലിയ കാര്യങ്ങളോ അലങ്കാരങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ സാധാരണ ബെഡ്റൂം, എല്ലാവർക്കുള്ള സാധാരണ ബെഡ്റൂം തന്നെ. ഗൈസ്, ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ് ഞാനിന്ന് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു വീഡിയോയിൽ റൂം ടൂർ എല്ലാവരും കാണണം, എനിക്ക് വലിയ സന്തോഷമാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണണ്ടേ.